I surrender all to thee, I freely give. I will ever love and trust you in your presence daily live. I surrender all. I surrender all to thee, my blessed Savior. I surrender all. ഒന്നാമത് ആര്, എങ്ങനെ, എന്ത്, എപ്പോൾ, എവിടെ ആരാധിക്കണം എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാറുണ്ട്. സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 63-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് 63-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. 63-ാം സങ്കീർത്തനം ആരാധനയുമായ ബന്ധത്തിൽ ചിന്തിക്കാൻ പറ്റിയ ഒരു വേദഭാഗമാണ്. ഞാനത് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 63-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ദൈവമേ, നീ എൻ്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എൻ്റെ പ്രാണനെ മജ്ജയും മേധസ്സും എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായു സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ആരാധനയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കും. ഇനിയുള്ള സമയങ്ങളിൽ അല്പനിമിഷങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. ആരാധനയെക്കുറിച്ച് ചില കാര്യങ്ങൾ ആഴത്തിൽ തൊട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ചയിൽ കൂടുതൽ എൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയും. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു പ്രത്യേക കാര്യമുണ്ട്. കർത്താവ് തൻ്റെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതായ ചില വേദഭാഗങ്ങളാണത്. 10-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളിൽ ഇങ്ങനെ നാം കാണുന്നു. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണമെന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? ദൈവം നമ്മളോട് ചോദിക്കുന്നത് വേറൊന്നുമല്ല. കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക, പ്രമാണം അനുസരിക്കുക, അവനെ സ്നേഹിക്കുക, അവനെ സേവിക്കുക. ഇതെല്ലാം കൂടെ കാച്ചി കുറുക്കി പറയുന്ന ഒരു വാക്കാണ് ആരാധനയിൽ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാൻ കഴിയും. ഇനി ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്നാലോ? അവിടെ 1-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയും. ദൈവത്തെ സ്തുതിക്കുന്നത് ലഭിക്കുമ്പോൾ മാത്രമല്ല, നഷ്ടപ്പെടുമ്പോഴും, ഉള്ളപ്പോൾ മാത്രമല്ല, ഒന്നുമില്ലെന്ന് ചിന്തിക്കുമ്പോഴും എല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭക്തന്റെ കാര്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഞാൻ വിട്ടുകളയാതെ തുടർമാനമായി, പേഴ്സിസ്റ്റന്റ് എന്ന പദം ഉപയോഗിക്കുന്നു. സ്ഥിരമായി നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തും. റിക് വാരൻ എന്ന ദൈവമനുഷ്യൻ ഇപ്രകാരമാണ് തന്റെ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം. താനിങ്ങനെ പറഞ്ഞിരിക്കുന്നു: അതർ പീപ്പിൾ ആർ ഗോയിങ് ടു ഫൈൻഡ് ഹീലിംഗ് ഇൻ യുവർ വൂണ്ട്സ്, യുവർ ഗ്രേറ്റസ്റ്റ് ലൈഫ് മെസ്സേജസ് ആൻഡ് യുവർ മോസ്റ്റ് എഫക്റ്റീവ് മിനിസ്ട്രി വിൽ കം ഔട്ട് ഓഫ് യുവർ ഡീപ്പസ്റ്റ് ഹാർട്ട്സ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളുടെ മുറിവുകളിൽ സൗഖ്യം കണ്ടെത്തും. നിങ്ങളുടെ ഏറ്റവും വലിയ ജീവിത സന്ദേശങ്ങളും ഏറ്റവും ഫലപ്രദമായ ശുശ്രൂഷകളും നിങ്ങളുടെ ആഴമുള്ള വേദനകളിൽ നിന്ന് പുറത്തു വരും. വേദനിക്കുന്ന വ്യക്തികൾ
മിണ്ടാതിരിക്കുകയല്ല, അവൻ ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി വേദനയെല്ലാം മാറിയിട്ട് ആട്ടെന്നല്ല, ആ വേദനകളിൽ നിന്നാണ് ശുശ്രൂഷകൾ, വിടുതലുകൾ, ആരാധനകൾ, നന്മകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് നാം വായിച്ചതായ 63 സങ്കീർത്തനത്തിലേക്ക് വീണ്ടും മടങ്ങി വരുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച, എൻ്റെ അന്തരംഗം സ്തുതിക്കും. മൈ സോൾ, അവിടെ പറഞ്ഞിരിക്കുന്നു, എൻ്റെ അന്തരംഗത്തിനകത്തിന് ഭയങ്കര ദാഹമുണ്ടാകും. ആരാധിക്കാതിരിക്കാൻ പറ്റുന്നില്ല. മൈ സോൾ തേഴ്സ്റ്റ് ഫോർ യു, അത് ദാഹിക്കുന്നു നിനക്ക് വേണ്ടി. ആരാധനകന്റെ ഒരു സ്വഭാവം കണ്ടോ? എൻ്റെ സോൾ, എൻ്റെ അകത്തെ മനുഷ്യൻ, എൻ്റെ ദേഹി, അത് ദാഹിക്കും ദൈവത്തിന് വേണ്ടി. മൈ സോൾ ഷാൽ ബി സാറ്റിസ്ഫൈഡ് ആസ് ദ കാണുന്നു. അതായത് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് എൻ്റെ അന്തരംഗത്തിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നത് എന്ന് ആ സങ്കീർത്തനക്കാരൻ പറയും. ഇനിയും ശരീരത്തെ നോക്കിയാലോ? മൈ ഫ്ലഷ് ലോങ്സ് ഫോർ യു, എൻ്റെ ശരീരം, എൻ്റെ ജഡം, അതും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നിന്നെ നോക്കി കാത്തിരിക്കുന്നു. ഏതുപോലെ? മരുഭൂമിയിൽ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെ. അതിനേക്കാൾ വരിയായി, വെള്ളത്തേക്കാൾ വരിയായി, കർത്താവേ, എനിക്ക് നിന്നെ ആഗ്രഹമുണ്ട്, ആവശ്യമുണ്ട്. ഇനിയും ആത്മാവോ? നമുക്ക് 3 കമ്പാർട്ട്മെന്റ് ആണല്ലോ, ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവിനെ കുറിച്ച് എന്ത് പറയുന്നു? യോഹന്നാൻ 4:24 യേശു ശമരിയക്കാരി സ്ത്രീയോട് പറയുമ്പോൾ ആരാധിക്കുന്നത് എങ്ങനെ എന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അതുകൊണ്ട് അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. മൈ സ്പിരിറ്റ്, ഇത് ദൈവത്തിന്റെ ആത്മാവല്ല, മറിച്ച് നമ്മുടെ ആത്മാവാണ്. കാരണം ഒരു നല്ല തെളിവ് അവിടെ തന്നെ ഉണ്ട്. ആ ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ ഗാഡ് ഈസ് സ്പിരിറ്റ്, ആ എസ് ക്യാപിറ്റൽ ലെറ്റർ ആണ്, അത് ഹോളി സ്പിരിറ്റിനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ദൈവാത്മാവിനെ കാണിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ സ്പിരിറ്റ് സ്മോൾ ലെറ്റർ കാണിക്കുന്നു, അത് നമ്മുടെ ആത്മാവിനെ കാണിക്കുന്നു. ഗാഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാകുന്നു. And those who worship him must worship in spirit and truth. അപ്പോൾ 3 കാര്യങ്ങളിവിടെ വന്നു കഴിഞ്ഞു. 1, എൻ്റെ ശരീരം ദൈവത്തെ ആരാധിക്കണം. 2, എൻ്റെ മനസ്സ് ദൈവത്തെ ആരാധിക്കണം, സന്തോഷിക്കണം. 3, എൻ്റെ ആത്മാവുണ്ട്, ആത്മാവും ദൈവത്തെ ആരാധിക്കണം. ഇത് 3 വന്നില്ലെങ്കിൽ ആരാധന ശരിയാകത്തില്ല. എൻ്റെ ആധരങ്ങൾ നിന്നെ സ്തുതിക്കും. ആമേൻ. എൻ്റെ കരങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഉയർത്തും, നിന്റെ നാമത്തിൽ ഞാൻ ഉയർത്തും. എൻ്റെ നാവിൽ നിന്ന് നിനക്ക് വേണ്ടി പുതിയ പാട്ടുകൾ സന്തോഷത്തോടെ ഞാൻ പാടും. ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ കർത്താവ് പ്രകാരം പറഞ്ഞു, നിങ്ങൾ ആർക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. കർത്താവിനെ എതിരേൽക്കുവാനായി ആമേൻ കർത്താവ് കഴുതപ്പുറത്ത് കയറി യെരൂശലേമിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ 2 വശത്തു നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ കർത്താവിനെ കണ്ടുകൊണ്ട് അവന് ഹോശന്ന പാടി, ബാലന്മാർ, കുഞ്ഞുങ്ങൾ ആർക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടിട്ട് അവരോട് മിണ്ടാതിരിക്കാനായിട്ട് അവിടുത്തെ മൂപ്പന്മാരും അവിടെയുള്ള ഭരണകർത്താക്കളും പറയുമ്പോൾ, യഹൂദന്മാരുടെ മേലധികാരികൾ പറയുമ്പോൾ, കർത്താവ് പറയുന്നത്, അവരാർക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ആർക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകളിൽ ആർക്കുവാൻ ഇടയായിത്തീരും. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആർപ്പ്, സ്തുതി, പുകഴ്ച, ശബ്ദത്തോടു കൂടിയുള്ള സ്തുതി. ഇതെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ആരാധനയുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് വാട്ട് ഈസ് ബിബ്ലിക്കൽ വർഷിപ്പ്? ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വർഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു വിശാലമായ വാക്കാണ്. ആ വർഷിപ്പ് എന്ന് പറഞ്ഞ പദം വന്നിരിക്കുന്നത് ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന ഓൾഡ് ആംഗ്ലോ സാക്സൺ വേർഡിൽ നിന്നാണ്. അതായത് നമുക്കറിയാം, ബ്രിട്ടൻ, പണ്ടത്തെ ഗ്രേറ്റ് ബ്രിട്ടൻ, അതിനു മുമ്പ് അവിടെ വസിച്ചിരുന്ന ആളുകൾ ആംഗിൾസ് ആൻഡ് സാക്സൺസ് എന്ന് പറയുന്ന വിവിധ ട്രൈബൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അവിടെ നേരത്തെ ഉണ്ടായിരുന്നവർ. അവർ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയാണ് ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന ഭാഷ. അതിൽ നിന്നാണ് പിന്നെ ഓൾഡ് ഇംഗ്ലീഷ് വന്നത്, പിന്നീട് മോഡേൺ ഇംഗ്ലീഷ് വരുവാനിടയായത്. അപ്പോൾ ആംഗ്ലോ സാക്സൺ വാക്കിൽ നിന്നാണ്, അവരുടെ പദമാണ് വർത്ത് ഷിപ്പ്.
ഒരാൾക്ക് ബഹുമാനം കൊടുക്കുന്നതിന് പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ്. അതിൽ നിന്നാണ് വർഷിപ്പ് എന്ന് നമ്മൾ ഇന്ന് കേൾക്കുന്ന പദം വന്നിരിക്കുന്നത്. ഒരാള് ആരാധിക്കാൻ അല്ലെങ്കിൽ ബഹുമാനിക്കാൻ യോഗ്യനാണ്, അദ്ദേഹത്തെ ഉന്നതനായി കരുതുവാൻ യോഗ്യനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് അവൻ യോഗ്യനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അങ്ങനെയാണെങ്കിൽ താൻ ആരാധിക്കുന്ന ഏതോ ഒന്നിനെ, ആരാധനാമൂർത്തിയെ വളരെ ബഹുമാനത്തോടെ അവന് കൊടുക്കുന്ന ബഹുമാനമാണ് ആരാധന എന്ന് പറയുന്നത്. അതിനകത്ത് മതപരമായ ചിന്തകളും സർവീസുകളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഫീലിംഗ് എന്ന് പറയുന്നത് ആഴമേറിയ ഒരു വലിയ ബഹുമാനമാണ്. ആമേൻ. ആ വലിയ സ്തുതിയാണ്, പുകഴ്ചയാണ്. അത് ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് വരേണ്ടതാണ്, കാണിക്കാൻ വേണ്ടിയുള്ളതല്ല എന്നാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വെച്ചത്. പ്രിയരെ, ആരാധനയുടെ അർത്ഥം മനസ്സിലാക്കി ആരാധിച്ചാൽ നിശ്ചയമായും ആരാധനയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ബൈബിളിൽ പലതരം അർത്ഥങ്ങളുണ്ട്. അതിനകത്ത് മഹത്വം കൊടുക്കൽ ഉണ്ട്. ആ വലിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്ന, സാന്നിധ്യത്തിലേക്ക് വരുന്ന ബോധമുണ്ട്. സ്തോത്രം. അപ്പോൾ തന്നെ അവനെ സെർവ് ചെയ്യുന്ന, ശുശ്രൂഷിക്കുന്ന അവസ്ഥകളുണ്ട്. സ്തുതി കരയേറ്റുന്ന പാട്ടുകൾ പാടുന്ന അവസ്ഥകളുണ്ട്. ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്, വർഷിപ്പിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിക്കപ്പെടാൻ പെട്ടെന്ന് എളുപ്പമുള്ളൊരു കാര്യമാണ് ആരാധന. കുറെ ബഹളം വെച്ചാൽ ആരാധനയാകും എന്നാണ് ചിലർ കരുതുന്നത്. അങ്ങനെ പാട്ടുകൾ പാടിയാൽ ആരാധനയാകും എന്നാണ് ചിലർ കരുതുന്നത്. എന്നാൽ ഇതെല്ലാം വേണം, നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പുതിയ നിയമത്തിലെ വിവിധ തരത്തിലുള്ള ആരാധനകൾ, തെറ്റായ തരത്തിലുള്ള ആരാധനകൾ നമുക്ക് നോക്കാം. അതെങ്ങനെ ഇരിക്കും എന്ന് മനസ്സിലാക്കിയെങ്കിൽ ശരിയായ ആരാധന എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടുന്നു. അതുകൊണ്ട് എവിടെയാണ് ആരാധന തെറ്റായി പോകുന്നത്, എവിടെയൊക്കെയാണ് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, അത് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഭാഗമാണ്. ഇത് 2 ഭാഗങ്ങൾ നമ്മൾ വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. മത്തായി സുവിശേഷം 15-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു. ഈ ജനം അതിനെ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവർ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അത് കർത്താവ് ഇവരെ കുറിച്ച്, അന്നത്തെ തലമുറയെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ചിത്രീകരണമാണ്. ആരാധന എന്ന് പറയുന്നത് അധരം കൊണ്ട് വെറുതെ അധര വ്യായാമം ചെയ്യുന്ന അതുപോലെ നോക്കാം. അത് എവിടുന്നാണ് എടുത്തിരിക്കുന്നത് ചോദിച്ചാൽ യെശയ്യാ പ്രവചനം 29:13 നിന്നാണ്. ഞാനത് വായിക്കുന്നു. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. അതായത് വെയിൻ വർഷിപ്പ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വെയിൻ വർഷിപ്പ്. ഒന്നാമത്തെ തെറ്റായ ആരാധന ശൂന്യമായ ആരാധന. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വ്യർത്ഥമായി ഭജിക്കുന്നു. വ്യർത്ഥാരാധന, വ്യർത്ഥമായ ആരാധന. അതുകൊണ്ട് ഞാൻ ആ വാക്യം വായിക്കുന്നു. യെശയ്യാ പ്രവചനം 29:13. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. നമുക്കറിയാം, ഒരാളുടെ പുകഴ്ച കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുഖസ്തുതി പറയാൻ വേണ്ടി ഇന്ന് ആളുകൾ തിരക്ക് കൂട്ടുന്നതായിട്ട് നമുക്കറിയാമല്ലോ. ഒരു ധനികനായ മനുഷ്യനെ അല്ലെങ്കിൽ വലിയ പണക്കാരനായ ഒരു എന്തെങ്കിലും സ്വാധീനമുള്ളൊരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കൂട്ടേണ്ടതിന് വേണ്ടി, ലഭിക്കേണ്ടതിന് വേണ്ടി ചെയ്യുന്നൊരു പരിപാടി. അവിടെ ചെന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വലിയൊരു ആചാരാണ്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ചെയ്തെങ്കിൽ ചിന്തിച്ചാൽ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണത്തില്ലേ? മനുഷ്യരങ്ങനെ ചെയ്യുന്നില്ലേ? എന്തിനാ അത് ചെയ്യുന്നേ? ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്, ലഭിക്കാനായിട്ട് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് മുഖസ്തുതിയാണ്, വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ളതല്ല. ഇതുപോലെയാണ് ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ട് കാര്യസാധ്യത്തിന് വേണ്ടി ഓടി വന്നിട്ട് ഇങ്ങനെ പുകഴ്ച കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളങ്ങനെ വായിക്കുന്നേ, അധരം കൊണ്ടും വായ് കൊണ്ടും ബഹുമാനിക്കുന്നു. എന്നാൽ എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരെ അകറ്റി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ അടുക്കലേക്ക് വരേണ്ടത് വായും ശബ്ദവും ബഹളവും മാത്രമല്ല, അത് വേണം, അത് വേണ്ടെന്നല്ല. പക്ഷേ കർത്താവ് നോക്കുന്നത് വായും ശബ്ദവും ബഹളവും എത്ര ഉച്ചസ്ഥായിലെത്തി എന്നുള്ളതല്ല,
മറിച്ച് അതിനകത്ത് നമ്മുടെ ഹൃദയം ഉണ്ടായിരുന്നു, നമ്മുടെ ഹൃദയം അകത്തെ മനുഷ്യനുണ്ടായിരുന്നു എന്നാണ് നോക്കുന്നത്. എന്താണ് ഇവിടെ വായിക്കുന്നത്? എന്നിട്ട് കർത്താവ് പറയാണ്, എന്നോടുള്ള നമ്മുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷിക കൽപ്പന അത്രേ. എന്ന് പറഞ്ഞാൽ കുറെ റിലീജിയസ് ആയിട്ട് ഇവർ കാണാൻ പഠിച്ചിട്ടുണ്ട്. വരുമ്പോൾ ഇന്നതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയണം, ഇങ്ങനെയൊക്കെ കാണിക്കണം, ഇങ്ങനെയൊക്കെ ആടണം, ഇങ്ങനെ കൈയൊക്കെ ഒന്ന് പൊക്കണം, ഇങ്ങനെയൊക്കെ ഒന്ന് പറയണം. അപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊരു സന്തോഷം വരുന്നില്ല, നമുക്കുണ്ടായിരിക്കാം. ഇതല്ലേ ഇന്ന് പലപ്പോഴും പറ്റുന്നത്, വെയിൻ വർഷിപ്പ്. ഇത് കർത്താവ് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. വെയിൻ എന്ന് പറഞ്ഞാൽ എംപ്റ്റി, ഒന്നുമില്ല, ശൂന്യമായത്. ഷാലോ എന്ന് പറഞ്ഞാൽ താണ നിലവാരത്തിലുള്ളത്. ഹോളോ, ഒന്നുമില്ലാത്ത ശൂന്യമായത്. ആമേൻ, സ്തോത്രം. വിത്തൗട്ട് വാല്യൂ ഓർ മീനിങ്, ഒരു വിലയുമില്ല. ദൈവം വില കൊടുത്തിട്ടില്ല. ഫലമില്ലാത്തത്, ഒരു അർത്ഥവുമില്ലാത്തത്, ഒരു ഉപയോഗവുമില്ലാത്തത്. ഇങ്ങനെയുള്ളൊരു കാരണം എന്താണ്? ഇങ്ങനെ വരാൻ കാരണം എന്താ? ഇവരെങ്ങനെ അല്ലല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ വരാൻ കാരണം ഇസ്രായേലിന്റെ ജീവിതത്തിലെ പാപങ്ങളാണ്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് പകരം കയ്യിലുള്ള പാപങ്ങളെ കൂടെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമേ നിങ്ങൾക്ക് സ്തുതി, ബഹുമാനം, ഉയർച്ച എന്നെല്ലാം പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് വരാൻ പറ്റത്തില്ല. പിന്നെ പുറമേ പറയാമെന്നേ ഉള്ളൂ. ഇത് കർത്താവ് വേ ചെയ്യുന്നു. അപ്പോൾ തന്നെ തൂക്കി നോക്കുന്നു, വിലയില്ലാത്തതായി ദൈവം കാണുന്നു. ആമേൻ. അതുകൊണ്ട് കർത്താവ് അതിന് വില കൽപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവ് പറയുന്നു, ദൈവത്തിനെ ആരാധിക്കുന്നത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ചലനങ്ങൾ കൊണ്ടല്ല, വെറുതെ ഒരു ബഹളങ്ങൾ കൊണ്ടല്ല ആരാധിക്കുന്നത്. അങ്ങനെ ആരാധിച്ചാൽ അതിനെ വെയിൻ വർഷിപ്പ് എന്നാണ് കർത്താവ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി യെശയ്യാ പ്രവചനത്തിലേക്ക് തന്നെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കാണുവാനായിട്ട് കഴിയുന്നു. 1-ാം അധ്യായത്തിന്റെ 13 മുതൽ വാക്യങ്ങൾ കർത്താവ് പറയുന്നത് കേട്ടോണേ. ഇസ്രായേൽ എന്ന് പറയുകയാണ്, നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. അതായത് വെയിൻ വർഷിപ്പ് എൻ്റെ അടുത്ത് കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. പഴയ നിയമത്തിൽ അവർ ധൂപം അർപ്പിക്കുമായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇതെല്ലാം ദൈവം തന്നെ പറഞ്ഞു ആ ധൂപം കൊണ്ടുവരണം, ചെയ്യണമെന്നല്ല. കർത്താവ് പറഞ്ഞു, ഇനിയും വേണ്ട, നീ പുകയ്ക്കണ്ട, എനിക്കത് വേണ്ട, അത് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഹായവും കൂടുന്നതും നീതികേടും ഉത്സവയോഗങ്ങളും എനിക്ക് സഹിച്ചുകൂടാ. കണ്ടോ, ഇതെല്ലാം കർത്താവ് പറഞ്ഞതാണ്. സഭായോഗം വേണം, ശബത്ത് ദിവസം വേണം, അമാവാസിയിലും പൗർണമാസിയിലും ഒക്കെ കൂടി വരണം എന്നെല്ലാം കർത്താവ് അവർക്ക് ഉത്സവ ദിവസങ്ങൾ നിയമിച്ചു കൊടുക്കുക. ഈ ദൈവം തന്നെ യെശയ്യാവിലൂടെ പറയുകയാണ്, മതി മതി മതി, എനിക്ക് ഇങ്ങനെയുള്ള ആരാധന വേണ്ടേ വേണ്ട. നമുക്കറിയാമല്ലോ, വളരെ സ്നേഹത്തോടെ നമ്മൾ കരുതിക്കൊണ്ടിരുന്ന ഒരു സ്നേഹിതനോ നമ്മുടെ പ്രിയപ്പെട്ട ഒരു അടുത്ത ഒരു ബന്ധു, അത്ര നമ്മളവരെ സഹായിച്ച, നമ്മളവരെ സ്നേഹിച്ച, നമ്മളവരെ ഉയർത്തിക്കൊണ്ട് വന്ന ഒരു മനുഷ്യൻ, അവസാനം നമ്മിൽ നിന്ന് ഹൃദയം അവൻ മാറി എന്ന് നമുക്ക് മനസ്സിലായി, ദൂരെയായി, യാതൊരു സന്തോഷവുമില്ല. എന്നിട്ട് നമ്മളെ കാണുന്നുടനെ ഒച്ചയോ, അമ്മാമേ, ആൻറ്റി എന്ന് പറഞ്ഞ് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തുന്നു, കുടിക്കാനുള്ളത് കൊണ്ടിരുന്നു, കഴിക്കാനുള്ളത് കൊണ്ടിരുന്നു. നമുക്കറിയാം അവന് നമ്മളോട് യാതൊരു സ്നേഹവുമില്ല. വാസ്തവത്തിൽ അവൻ തന്നത് നമ്മൾ കഴിക്കുമോ? ഡീസൻസി ഉള്ളവനാന്നേ കഴിക്കത്തില്ല. ഡീസൻസി ഉണ്ടെങ്കിൽ ഒരിക്കലും അത്രയും മനസ്സിലാക്കിയ ശേഷം, അവൻ നമ്മളോട് എതിരാണെന്ന് മനസ്സിലാക്കിയ ശേഷം അവിടെ പോയി നാം ഒന്നും ചെയ്യത്തില്ല. കാരണം നമ്മുടെ ഹൃദയം വേദനിക്കുന്നു. അവന് ഓരോ വാക്ക് പറയുമ്പോഴും വേദനിക്കുന്നു. ഇതുപോലെയാണ് അന്ന് ഇസ്രായേലിനെ കണ്ട് അവരുടെ ശബ്ദം കേട്ടപ്പോൾ, സ്തുതിയുടെ ആരാധനയുടെ ശബ്ദം കേട്ടപ്പോൾ കർത്താവിന്റെ ഹൃദയം മുറിഞ്ഞു. പറഞ്ഞതെല്ലാം നല്ല വാക്കാ, ഓവേ അവിടുന്ന് വലിയവനാകുന്നു എന്ന് പറയുമ്പം കർത്താവിന്റെ ഹൃദയം മുറിയ, വേദനിക്കുക. എന്താണെന്നറിയാമോ? ഹൃദയം അതിനകത്തില്ലല്ലോ. നീ ആരാണ്ടെ കാണിക്കാൻ വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നേ, നാലിവരെ കേൾപ്പിക്കാൻ വേണ്ടിയാണല്ലോ, നീ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുകയാണല്ലോ എന്നോർക്കുമ്പോ കർത്താവിന് വേദന വരിക. അതാണ് വെയിൻ വർഷിപ്പ്. ഇനി അടുത്തൊരു വർഷിപ്പാണ് ഇഗ്നോറന്റ് വർഷിപ്പ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം. അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പൗലോസ് അരയോഗ പന്ഥിയിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, അതേന പുരുഷന്മാരെ, നിങ്ങൾക്ക് എല്ലാറ്റിലും ആദിഭക്തന്മാർ എന്ന് ഞാൻ കാണും. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങൾ നോക്കുമ്പോൾ
അജ്ഞാത ദേവൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, ലോകവും അതിലൊക്കെ ഉണ്ടാക്കിയ ദൈവവും സ്വർഗത്തിനും ഭൂമിക്ക് നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. സ്തോത്രം. ആമേൻ. സുവിശേഷം പറഞ്ഞുകൊണ്ട് അഥേനയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ ജനത്തെ വിളിച്ചുകൂടി. എയ്റോപാഗസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ഒരുമിച്ച് കൂടി സംസാരിക്കുന്നത്. അവരുടെ വിദ്വാൻമാർ സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമാണ്. അവരുടെ പ്രത്യേക ജ്ഞാനികൾ ആമേൻ ഒരുമിച്ച് കൂടി വന്ന് സംസാരിച്ച് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് എറിയോപാഗസ് പറയുന്ന സ്ഥലം. അവിടെ പൗലോസ് വന്നിരുന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. പൗലോസ് പറഞ്ഞു, ഞാൻ ഇതിനകത്തൂടെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചു. ഞാൻ കണ്ട കാഴ്ച, നിങ്ങൾ ഭയങ്കര അതിഭക്തന്മാരാണ്. പക്ഷേ ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കണ്ടു. അജ്ഞാത ദേവന് എന്നൊരു വേദിക്കല്ലും കണ്ടു. ഒത്തിരി കല്ലുകൾ കണ്ടു. പലതിന്റെ പേര് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു കൂട്ടത്തിൽ ഒരെണ്ണം എഴുതിയിരിക്കുന്നു, അറിയാൻ വയ്യാത്തൊരു ദൈവത്തിന്റെ പേര്. അറിയാൻ വയ്യ, അതും ഒരു ദൈവമാണ്. അതിനെ പിടിച്ചുകൊണ്ടാണ് പൗലോസ് അവിടെ ശുശ്രൂഷിക്കുന്നത്, പ്രസംഗിക്കുന്നത്. സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയാത്തതിനെ സേവിക്കുന്നു. എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നില്ല. എന്തിനെയാ ആരാധിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. ഇഗ്നോറന്റ് വർഷിപ്പ്. അറിയാൻ വയ്യാത്തതിനെ ആരാധിച്ചാൽ, അറിയാൻ വയ്യാതെ ആരാധിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്?